വന്യജീവികൾ ജനവാസ മേഖലയിലിറങ്ങി ആക്രമണം നടത്തുകയും കൃഷികൾ നശിപ്പിക്കുകയും ചെയ്യുന്നത് തുടർക്കഥയാകുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ശാശ്വതമായ നഷ്ടപരിഹാരം ഉടനടി നൽകണമെന്നും വയനാട്ടിലെ കത്തോലിക്ക രൂപത അധ്യക്ഷന്മാർ ആവശ്യപ്പെട്ടു. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പുതുശ്ശേരി സ്വദേശി തോമസിന്റെയും വാഗേരി സ്വദേശിയായ പ്രജീഷിന്റെയും ബന്ധുമിത്രാദികളുടെ കണ്ണീർ ഇനിയും തോർന്നിട്ടില്ല. നാടിനെ നടുക്കിയ ഈ സംഭവങ്ങൾക്കിടെയാണ് കഴിഞ്ഞ ദിവസം പടമലയിലെ അജീഷ് എന്ന യുവകർഷകൻ കാട്ടാനയുടെ കുത്തേറ്റ് അതിദാരുണമായി കൊല്ലപ്പെട്ടത്. അജിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും കോഴിക്കോട്, ബത്തേരി, മാനന്തവാടി രൂപതകളുടെ അധ്യക്ഷന്മാർ, ഈ രൂപതകളുടെ അംഗങ്ങളായ എല്ലാവരുടെയും പേരിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അജിയുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവിന്റെ കരസ്പർശം അവരുടെ മനസ്സുകൾക്ക് സ്വാന്തനം നൽകട്ടെ എന്ന് അഭിവന്ദ്യ പിതാക്കന്മാർ പറഞ്ഞു. കേരള സർക്കാരിനോടും വയനാട് ജില്ലാ ഭരണാധികാരികളോടും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു കാര്യം മാത്രമാണ്. നിങ്ങളുടെ സത്വര ശ്രദ്ധ വയനാട്ടിലെയും അതുപോലെയുള്ള മറ്റിടങ്ങളിലെയും ജനങ്ങൾക്ക് സുരക്ഷിതത്വബോധം ഉണ്ടാക്കിക്കൊടുക്കുന്നതിലാവണം. ഒരു മനുഷ്യജീവനും വളർത്തുമൃഗവും വന്യമൃഗങ്ങൾക്ക് ഇരയാകരുതെന്നും ആരുടെയും കൃഷി നശിപ്പിക്കപ്പെടരുതെന്നും പിതാക്കന്മാർ പറഞ്ഞു. കാടും നാടും വേർതിരിക്കപ്പെടണം. കാട്ടുമൃഗങ്ങൾക്ക് നാട്ടിലിറങ്ങി വിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ അതിർത്തി സംവിധാനങ്ങൾ ഒരുക്കണം. അവയ്ക്ക് കാട്ടിൽ തന്നെ ജീവിക്കാനാവശ്യമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കണം. ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാൻ പറ്റാത്ത വിധം അവയുടെ എണ്ണം പെരുകിയിട്ടുണ്ടെങ്കിൽ അവയെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റണം. അല്ലെങ്കിൽ വികസിത രാജ്യങ്ങളിൽ ചെയ്യുന്നതുപോലെ അവയുടെ എണ്ണം നിയന്ത്രിക്കപ്പെടണമെന്നും പിതാക്കന്മാർ പറഞ്ഞു. ജീവനും സ്വത്തും നഷ്ടപ്പെടുന്നവർക്കും കുടുംബത്തിനും നഷ്ടപരിഹാരം കാലതാമസവും നിയമത്തിന്റെ നൂലാമാലകളില്ലാതെയും ഉടനടി ലഭ്യമാക്കണം. അധികൃതർ വാഗ്ദാനം ചെയ്തിട്ടുള്ള 10 ലക്ഷം രൂപ ഉടനടി അജിയുടെ കുടുംബത്തിന് ലഭ്യമാക്കുകയും മറ്റ് സഹായങ്ങൾ കൂടി എത്രയും വേഗം ലഭ്യമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ താൽപര്യമെടുക്കണമെന്നും അഭിവന്ദ്യ പിതാക്കന്മാർ അറിയിച്ചു. റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടും ആനയുടെ സാന്നിധ്യം അറിയാൻ കഴിയാതെ പോയത് ആരുടെ ഭാഗത്തുള്ള പിഴവ് കൊണ്ടാണോ അവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം. ഇവിടെ വേണ്ടത് ശാശ്വതമായ പരിഹാരമാണ്, താൽക്കാലികമായ നീക്കുപോക്കുകളല്ല. ഞങ്ങളുടേത് കേവലം വനരോധനമായി അവസാനിക്കാതിരിക്കട്ടെയെന്നും പിതാക്കന്മാർ പറഞ്ഞു. ഷെക്കീന ന്യൂസ്, വയനാട്.